80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കോട്ടയം CMS കോളേജും ഫിൽക്കോസും ചേർന്ന സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമുള്ള വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് സെമിനാർ നടത്തി. പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനും പ്രഭാഷകനുമായ പ്രൊഫസർ നൌഷാദ് PP ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം മുതൽ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടം വരെയുള്ള യാത്രയിൽ കോളനിവൽക്കരണത്തിന്റെ ഫലമായി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായതായി അഭിപ്രായപ്പെട്ടു. 2004 നെറ്റ് പരീക്ഷയുടെ സിലബസ് റിവൈസ് ചെയ്തതിനു ശേഷം ഇന്ന് വരെ സിലബസ് റിവൈസ് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജിലെ MA ഹിസ്റ്ററിയുടെ സിലബസ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ആദ്യം നോക്കുന്നത് ഏതാണ്? നെറ്റിൻ്റെ സിലബസ്. കാരണം കുട്ടികൾ നെറ്റ് പരീക്ഷ പാസ്സാണെങ്കിൽ ആ നെറ്റ് പരീക്ഷയിലെ സിലബസിലെ കണ്ടന്റെല്ലാം ഇവിടെ പഠിപ്പിക്കണം. അതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും പഠിപ്പിച്ചാൽ നെറ്റ് പരീക്ഷ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നെറ്റ് പരീക്ഷയുടെ സിലബസിനനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസും അതേപോലെ പഴഞ്ഞനായിട്ട് 20 വർഷത്തിനും പഴഞ്ഞനായിട്ട് തുടരുകയാണ്. ഈ അടുത്ത കാലത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ നെറ്റ് പരീക്ഷയിലെ നിലവിലുണ്ടായിരുന്ന എക്സ്പെർട്ടുകളെല്ലാം ഒഴിവാക്കി കുറേ പുതിയ എക്സ്പെർട്ടുകളെ, സോക്കോൾഡ് എക്സ്പെർട്ടുകളെ ഈ നെറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയും അവർ യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാതെ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയെ പറ്റി ഒരുപാട് ചർച്ച നടത്തി. ഇത്തരം പരീക്ഷകളുടെ പ്രശ്നം എൻ്റെ അതിലുള്ള ഒരു ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രശ്നം ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇത് തന്നെയാണ്. ഇതേപോലുള്ള മത്സര പരീക്ഷകൾ ദേശീയ തലത്തിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളുടെ എഞ്ചിനീയറിംഗ് ഇപ്പോൾ നമ്മൾ തന്നെ നടത്തുന്നത്. മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് നേരത്തെ സംസ്ഥാനങ്ങൾ നടത്തിയിരുന്നതായിരുന്നു. നെറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ പരീക്ഷ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും സിലബസ് യൂണിഫോം ആയിട്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു സൂസൻ ജോർജ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ സുമി മേരി തോമസ്, പ്രൊഫസർ രാധിക G, ഫിൽക്കോസ് പ്രസിഡന്റ് ജിജോ V. എബ്രഹാം, ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, സിറിൽ സഞ്ജു ജോർജ് എന്നിവർ പ്രസംഗിച്ചു.